ജീവന്റെ സംരക്ഷണം ലക്ഷ്യമിട്ട് കാരിസ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് 10 തൃശൂരിൽ നടത്തുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ പൂർത്തിയായി. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ, KCBC പ്രോലൈഫ് സമിതി, തൃശൂർ അതിരൂപത ഫാമിലി അപ്പസ്റ്റലേറ്റ്, തൃശൂർ അതിരൂപത പ്രോലൈഫ് സമിതി എന്നിവർ സംയുക്തമായാണ് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിന് നേതൃത്വം നൽകുന്നത്. കേരളത്തിൽ ആദ്യമായാണ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്നത്. ഗർഭസ്ഥ ശിശുവിന് ജീവിക്കാനുള്ള അവകാശത്തിനായി വാദിക്കുന്നതിനായി പ്രോലൈഫ് പ്രവർത്തകർ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ റാലിയാണ് മാർച്ച് ഫോർ ലൈഫ്. ഗർഭചിത്രം നടന്നതു മുതൽ ഗർഭപാത്രത്തിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട കുട്ടികളുടെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ഓഗസ്റ്റ് 10 രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഇത് നടത്തപ്പെടുന്നു. കേരളത്തിൽ ഇതാദ്യമായാണ് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് സംഘടിപ്പിക്കുന്നത്. കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ കീഴിൽ കാരിസ് ഇന്ത്യയുടെ മുഖ്യ സംഘാടനത്തിൽ ഓഗസ്റ്റ് 10 തൃശൂരിൽ വെച്ച് നടത്തപ്പെടുന്ന ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫിൽ ഇന്ത്യയിലെ 174 രൂപതകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ സെമിനാർ, എക്സിബിഷൻ, ദിവ്യബലി, പൊതുസമ്മേളനം, മാർച്ച് എന്നിവ നടത്തപ്പെടും. മനുഷ്യനേക്കാൾ മൃഗങ്ങളുടെ ജീവന് വിലയുള്ളതായി കണക്കാക്കപ്പെടുന്ന ഒരു സംസ്കാരം ഇന്ന് കേരളത്തിൽ രൂപപ്പെട്ടു വരികയാണെന്നും പ്രപഞ്ചത്തെയും സർവ്വസൃഷ്ടി ചരാചരങ്ങളെയും സംരക്ഷിച്ച് പരിപാലിക്കുവാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യനെ തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന നിയമവ്യവസ്ഥകൾ മാറ്റപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ജീവനും ജീവിതവും സംരക്ഷിക്കപ്പെടണം, ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നിഷേധിക്കരുത് എന്ന സന്ദേശത്തോടെ NTP ആക്ട് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശൂരിൽ വെച്ച് ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നതെന്ന് KCBC പ്രോലൈഫ് സമിതി ജനറൽ സെക്രട്ടറി ജെയിംസ് ആഴ്ചങ്ങാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 22-ാണ് നമ്മൾ ആദ്യമായിട്ട് പൂനെയിൽ വെച്ച് ഇത്തരത്തിലൊരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത് നടത്തുന്നത് CBCയുടെ കത്തോലിക്ക മെത്രാൻ സമിതി, നാഷണൽ കത്തോലിക്ക മെത്രാൻ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് ശേഷം ഈ വർഷം തൃശൂർ അതിരൂപതയാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. തൃശ്ശൂരിൽ വെച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭാരതത്തിലെ ഏറ്റവും അധികം ക്രൈസ്തവരുള്ള സംസ്ഥാനത്തിനെയാണ് ഈ ഒരു റാലിയിലൂടെ പ്രകടമാക്കാനായിട്ട് ഉദ്ദേശിക്കുക. നമുക്കറിയാം, കേരളത്തിലെ ഇപ്പോഴ് മനുഷ്യജീവനേക്കാൾ മൃഗങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു സംസ്കാരമാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി നൽകുവാനും വന്ന യേശുനാഥന്റെ വചനങ്ങൾക്കനുസരിച്ച് ജീവന്റെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാനാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നത്. ഭാരതത്തിൽ ഇത്തരത്തിൽ മാർച്ച് ഫോർ ലൈഫ് നടത്തുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം പ്രതിവർഷം 1.66 കോടി മനുഷ്യക്കുരുന്നുകളാണ് ഇന്ത്യയിൽ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കൊലപ്പെടുന്നതായി ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1971 മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് എന്ന നിയമത്തിന്റെ മറവിലാണ് ഇത്രത്തോളം കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 18ഓളം നിയമങ്ങൾ കുട്ടികളുടെ സംരക്ഷണത്തിനായി ഭാരതത്തിൽ നിലവിലുണ്ടെന്ന് അറിയപ്പെടുന്നു. എന്നാൽ ഡെമോക്ലേഷൻ വാള് പോലെ MT ആക്ട് എന്ന ഭ്രൂണഹത്യാ നിയമം ഇവയ്ക്കെല്ലാം മുകളിൽ കുഞ്ഞുങ്ങളുടെ ജീവനെടുക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നുവെന്നത് ഒരു വൈരുദ്ധ്യമായി കാണുന്നു. ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 10 തൃശൂരിൽ ഇന്ത്യാസ് മാർച്ച് ഫോർ ലൈഫ് നടത്തപ്പെടുന്നത്. കേരളത്തിന് പുറത്തുനിന്നുള്ള രൂപതകളിലെ 500 പ്രതിനിധികൾക്കായി അന്നേ ദിവസം രാവിലെ 8:15 കേരളത്തിൽ നിന്നുള്ള 1000 പ്രതിനിധികൾക്കായി രാവിലെ 9:30 നടക്കുന്ന സെമിനാറുകളോടുകൂടി പരിപാടികൾക്ക് തുടക്കമാകും. 11:15 അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ വിവിധ ഭാഷകളിലുള്ള പ്രാർത്ഥനകളോടെ ദിവ്യബലി അർപ്പിക്കും. തുടർന്ന് ഉച്ചഭക്ഷണത്തിനു ശേഷം 1:30 ജീവന്റെ മൂല്യം ഉയർത്തിക്കാണിക്കുന്ന നാടകവും 2 മണിക്ക് പൊതുസമ്മേളനവും നടത്തപ്പെടും. പൊതുസമ്മേളനത്തിൽ പോണ്ടിച്ചേരി ആർച്ച് ബിഷപ്പും കാത്തലിക് കരിസ്മാറ്റിക് റിന്യൂവൽ ഇന്ത്യയുടെ എപ്പിസ്കോപ്പൽ അഡ്വൈസറുമായ മോസ് റവറ ഡോക്ടർ ഫ്രാൻസിസ് കലിസ് അധ്യക്ഷത വഹിക്കും. CBCA പ്രസിഡന്റ്മാർ ആൻഡ്രൂസ് അടുത്ത സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. KCBC വൈസ് പ്രസിഡന്റ്മാർ പോളി കണ്ണൂക്കാടൻ, KCBC ഫാമിലി കമ്മീഷൻ ചെയർമാൻ മോസ് റവറ ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി, KCBC ഫാമിലി കമ്മീഷൻ വൈസ് പ്രസിഡന്റ് മോസ് റവറ ഡോക്ടർ യുഹന്നാനോൻ മാർ തിയോഡീഷ്യസ്, നാഷണൽ എക്യുമെനിക്കൽ പ്രസിഡന്റ് മോസ് റവറ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ്, കാൽഡിയൻ ചർച്ച് മെട്രോപൊളിറ്റൻ മാർ ഔഗിൻ കുര്യാക്കോസ്, ഷെവലിയർ സിറിൽ ജോൺ എന്നിവർ സംസാരിക്കും. സമ്മേളനത്തെ തുടർന്ന് 3 മണിക്ക് ജീവസംരക്ഷണ റാലി ആരംഭിക്കും. റാലിക്ക് ശേഷം അടുത്ത വർഷത്തേക്കുള്ള പതാക കൈമാറ്റവും ജീവസംരക്ഷണത്തിനായി ബന്ധപ്പെട്ട അധികാരികൾക്കുള്ള മെമ്മറാണ്ട സമർപ്പണവും മ്യൂസിക് ബാൻഡും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടിയോടനുബന്ധിച്ച് വ്യാകുല മാതാവിന് ബസിലിക്കയിൽ പിറക്കാതെ പോയ ശിശുക്കൾക്കായി ഒരു സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. ഷെക്കിന ന്യൂസ്, തൃശൂർ.